ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കാർമിക് ട്രിഗേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും തന്നെയുള്ള ഒരു ഫെമിനൈൻ എനർജിയാണ്. രാവിലെ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. വളരെ നീണ്ട ഒരു മെസ്സേജാണത്. അതിൻ്റെ ഒരു ചുരുക്കം ഇതായിരുന്നു: ചേച്ചി, ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊക്കെ അറിയാം ഇതൊക്കെയും കാർമിക് ട്രിഗേഴ്സ് ആണെന്നറിയാം, ജോലി കർമ്മയാണെന്നറിയാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ഒക്കെയും അറിഞ്ഞിട്ടും നമ്മൾ ആ ബാലൻസിങ്ങിലേക്ക് കുറച്ച് നാൾ വരും, പിന്നെയും ഇംബാലൻസ് ആവും. ഇന്നർ വർക്കിലൊന്നും കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ കാര്യങ്ങളൊന്നും സറണ്ടർ ചെയ്യാൻ ഒരു നിമിഷം, ഏതെങ്കിലും ട്രിഗർ കിട്ടുന്ന ആ ഒരു നിമിഷം പറ്റുന്നില്ല. ഇവിടെ പിന്നെയും റൈറ്റ് ആൻഡ് റോങ്ങിൻ്റെ അനലൈസേഷൻ നടക്കുന്നു. ഹെൽത്തിൽ പ്രശ്നം വരുന്നു. കാര്യങ്ങളൊക്കെയും അറിയാമെങ്കിലും അത് നമുക്ക് ഒരു അവെയർനെസ്സിലിരുന്നു കൊണ്ട് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ലെസൺസ് പഠിക്കണമെന്നറിയാം, പക്ഷേ ആ ഒരു കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ആകുമ്പം വരുന്ന ആ ഒരു ഇമോഷണൽ ഇംബാലൻസിനെ നമുക്കെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇത് മെസ്സേജായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ആണ് പുള്ളിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. ലെസൺസ് പഠിക്കുമെന്ന് എല്ലാവരും പറയും, പക്ഷേ അതെങ്ങനെയാണ് ആ ഒരു നിമിഷത്തെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു തരാറില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർക്ക്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതൊരു എക്സ്പീരിയൻസിലൂടെ പറഞ്ഞു തരുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും വന്നു എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ മാക്സിമം കാര്യങ്ങളെ ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യുകയാണ്. ആദ്യത്തെ കാര്യം, ഇങ്ങനെയൊരു കാർമിക് ട്രിഗേഴ്സ് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സമയം നമ്മളുടെ DMDF ബാലൻസ് ആയിരിക്കില്ല. അതായത് നമ്മൾ ഈ ജേർണിയിലാണെന്നറിയാം, നമ്മൾ ഇന്നർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും, പിന്നെയും നമ്മൾ 3D ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ കാർമിക് ട്രിഗേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ കോൺഷ്യസ്നെസ് 3rd ഡയമെൻഷനിലേക്ക് വരും. അപ്പോഴാണ് നമ്മൾക്ക് ഈ മൈൻഡും സോളും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നതും നമുക്ക് എന്താണ് ചെയ്യാൻ അറിയാത്തതും. കാരണം സോൾ എല്ലായ്പ്പോഴും നമ്മളോട് പറയും നമ്മൾ ഈ ജേർണിയിലാണ്, ഇതൊക്കെ ട്രിഗേഴ്സാണ്. പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ ആ അവെയർനെസ്സിലിരുന്നു കൊണ്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനോ മൈൻഡ് നമ്മളെ സമ്മതിക്കില്ല. ഇവിടെയാണ് ഈ പ്രശ്നം ബേസിക്കായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ DMDF ബാലൻസ് ആവുന്നോടം വരെ ഇടയ്ക്കൊക്കെ നമ്മളുടെ ജേർണിയിൽ ഈ ഒരു ഫേസ് കടന്നു വരാറുണ്ട്. ഈ ജേർണി എന്താണെന്ന് എല്ലായ്പ്പോഴും അവെയർനെസ്സിലിരിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ പോയിൻ്റ് അതാണ്. അപ്പോൾ എല്ലായ്പ്പോഴും അവെയർനെസ്സിലിരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നമ്മൾ കുടുങ്ങി പോവാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴും ആ കാര്യങ്ങളെ അതേപടി ഹാൻഡിൽ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, ഞാനൊരു കാർമിക് ട്രിഗേഴ്സിലാണ്, ആ ഒരു ഫേസിലാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ഈ കാർമിക് ട്രിഗേഴ്സ് നമുക്ക് വരുന്നത് നമ്മുടെ പാസ്റ്റിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളെയും സർഫേസിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെയാണ് അവർ മിറർ ചെയ്ത് കാണിക്കുന്നത്. അവരൊരു പെയിൻ തരുന്നെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ അൺഹീൽഡ് ആയിട്ട് കിടക്കുന്ന ഒരു വേർഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു വേർഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്ത പോയിൻ്റ് പശ്ചാത്താപമാണ്. നമുക്ക് പണ്ടുള്ള തലമുറകൾ തൊട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് പശ്ചാത്താപത്തിനേക്കാളും വലിയൊരു കാര്യം ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഈ ലൈഫിലോ പാസ്റ്റ് ലൈഫിലോ, അതിന് നമ്മൾ ഫോർഗീവ്നെസ് ചോദിക്കുകയാണ്. ആരോടാണ് ചോദിക്കേണ്ടത്? 3Dയിൽ ഉള്ള കാർമിക്സിനോടല്ല, യൂണിവേഴ്സിനോട് ചോദിക്കുക. കാരണം നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെ കർമ്മങ്ങളാണ് ഇങ്ങോട്ട് വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു പശ്ചാത്താപത്തിലൂടെ വരുന്ന ആ ഒരു എനർജി, അത് നമ്മൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ തരും. മൂന്നാമത്തെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്.
നമ്മുടെ ഈ ഒരു ജേർണിയിൽ മിറക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശക്തിയാണ് പ്രാർത്ഥന. അത് റിലീജിയനേക്കാൾ ഉപരിയായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരിക. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് എനർജീനെ, ആ ഒരു സൂപ്പർ പവറിനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് പല പേരുകളാണ് നമ്മൾ കൊടുക്കുന്നത്. വിഷ്ണു ഭഗവാനെന്നോ, ശിവഭഗവാനെന്നോ, കൃഷ്ണനെന്നോ, രാമനെന്നോ, നബിയെന്നോ, യേശു പ്രഭുവെന്നോ ഒക്കെ കൊടുക്കുന്നത് പല പേരുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കപ്പോൾ ഓർമ്മ വരുന്ന ആ ഒരു ദൈവത്തിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, ഇവിടെ ഈ മെസ്സേജ് ഇട്ടവർ ചോദിച്ചിരുന്നു ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ചെറിയൊരു മന്ത്രം ഓം നമഃ ശിവായ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ജപിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ സോൾ ലെവലിൽ ആ ഒരു മന്ത്രത്തിലേക്ക് അലയേണ്ടതാണ്, കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് മനക്കരുത്ത് തരുന്ന ഏതൊരു ശ്ലോകവും ഏതൊരു മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഇത് അത്രയും നിങ്ങളുടെ ഓറയെ സ്ട്രോങ് ചെയ്യും, നിങ്ങളുടെ വിൽ പവറിനെ കൂട്ടും. മിറക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് 3D ലൈഫിൽ കാണാൻ പറ്റും. ഒരു കാര്യത്തെയും കൺട്രോൾ ചെയ്യാതിരിക്കുക. അടുത്തതായിട്ട് കൺട്രോൾ ചെയ്യാതിരിക്കുക, സിറ്റുവേഷനെ അതേപടി അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ സിറ്റുവേഷൻ, 3D റിയാലിറ്റിയിലുള്ള എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, ഇതിലൂടെ ഞാൻ ഗോ ത്രൂ ആവുന്നു എന്നുള്ള ഒരു ഇമോഷണൽ ഇംബാലൻസിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട്. അതായത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പലപ്പോഴും നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും നമുക്ക് ട്രിഗർ തരുന്നത്, നമ്മുടെ ഫാമിലി ആയിരിക്കും, നമ്മുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ പോലും സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണ് ബന്ധങ്ങളിലേക്ക് എന്ന് വരുമ്പോൾ ഇവിടെ നമുക്ക് പെയിൻ വരും. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, ബന്ധങ്ങളെന്ന് പറയുന്നത് ബന്ധനങ്ങളാണ്, അതായത് കർമ്മയാണത്. ഈ ജന്മത്തിൽ മാത്രമാണ് അവർ നിങ്ങൾക്ക് അച്ഛനോ അമ്മയോ സഹോദരി സഹോദരന്മാരോ ഭർത്താവോ ഭാര്യയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സോളിൻ്റെ വൈബ്രേഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവരുടെ ദൗത്യം ശരിക്കും ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതായത് നിങ്ങളെ ഈ ഒരു അസെൻഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ബെസ്റ്റ് വെർഷനിൽ എത്തിക്കേണ്ട ആ ഒരു ജേർണിയിൽ അവരുടെ ആ പാട്ട് അവർ ശരിക്കും പ്ലേ ചെയ്യുന്നു. അപ്പോൾ അവിടെ പെയിൻ വരുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ജേർണൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ജേർണൽ ചെയ്യുമ്പോഴും, ജേർണലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇന്നർ വർക്ക് ഫോൾഡറിലുണ്ട്. അത് മനസ്സിലാകാത്തവർ ജേർണലിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ആ വീഡിയോ കണ്ടു നോക്കുക. ജേർണലിംഗ് ചെയ്യുമ്പോഴും മൈൻഡും കൊണ്ട് ആലോചിച്ച് എഴുതണ്ട. ജസ്റ്റ് ആ ഒരു പേനയുടെ തുമ്പിൽ എന്തൊക്കെയാണ് വരുന്നത് അത് ജസ്റ്റ് എഴുതി കളയുക. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സബ് കോൺഷ്യസ് ലെവലിൽ കിടക്കുന്ന എല്ലാത്തരം ട്രാമാസിനെയും വെളിയിൽ കൊണ്ടുവരാൻ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിച്ചിട്ട് ഈ കാര്യങ്ങളെയെല്ലാം ഷെയർ ചെയ്യാനും മനസ്സിലാക്കിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ വെളിയിൽ ആൾക്കാരെ തേടും. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, അവേക്കനിങ് ജേർണിയിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഐസൊലേഷനിലായിരിക്കും. അതായത് നമ്മുടെ ഒരു സോൾ ഡ്രൈവ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പുതിയ എനർജീസ് നിങ്ങളുടെ സോളുമായിട്ട് വൈബ്രേഷനിൽ മാച്ച് ആവുന്നവരൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാണും. എന്നാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനോ ഉള്ള വൈബ്രേഷനിലുള്ളവർ നിങ്ങൾക്ക് അവൈലബിൾ ആയി കാണില്ല. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ തന്നെ ആവുക. ഈ ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ്. അതല്ലാതെ നിങ്ങളുടെ ഇമോഷൻസൊക്കെ നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യുക. അതെന്തുമാവട്ടെ, സ്വയം സംസാരിക്കുക. അപ്പോൾ നിങ്ങളെ കേൾക്കാൻ ഒരാളായി അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് പാത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാളായി അത് നിങ്ങൾ തന്നെയാണ്. ആൻഡ് നിങ്ങളെ ബെസ്റ്റ് ടേംസിൽ അഡ്വൈസ് ചെയ്യാൻ ഒരാളായി അത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ പാത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ? അടുത്തതായിട്ട്
ഗ്രൗണ്ടിങ് എല്ലായ്പ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ചെറിയൊരു വാക്കിംഗ്, ഒരു ചെറിയ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ സ്റ്റാഗ്നൻ്റ് എനർജി, ഇമോഷണലി സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള എനർജീസിനെയൊക്കെയും പെയിനിനെയൊക്കെയും നമ്മുടെ പെയിൻ ബോഡിയിൽ നിന്നും റിലീസ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ വെള്ളം കൂടുതലായിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്വയം അപ്രീസിയേഷൻ കൊടുക്കുക. കാരണം ഇവിടെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പലതും എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസിനെ നമ്മൾ ഇൻഡയറക്റ്റ്ലി ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ റിയാക്റ്റ് ചെയ്യേണ്ടടുത്ത് അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യേണ്ടടുത്ത് നമ്മൾ റിയാക്റ്റ് ചെയ്തു എന്ന് വെച്ചോളൂ ഒരു സിറ്റുവേഷനിൽ, അതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക. അറ്റ് ദ സെയിം ടൈം അവിടെ എന്തുകൊണ്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യേണ്ടി വന്നു, അവിടെ ഏതൊരു കാര്യമാണ് നമ്മളെ ട്രിഗർ ചെയ്തതെന്ന് മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അടുത്തതായിട്ട് എല്ലായ്പ്പോഴും കംഫർട്ട് സോണിലിരിക്കാതെ അതിനെ വിടാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കംഫർട്ട് സോണിനെ വിട്ടാലേ നമ്മൾക്കായിട്ട് പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, അൺലിമിറ്റഡ് വിസ്ഡത്തിലേക്ക് നമുക്ക് ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു പീസിലേക്ക്, ആ ഒരു അബൻഡൻസിലേക്ക്. അപ്പോൾ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോഴും നമ്മളെ കാർമിക്സ് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാറുണ്ട്. അതിനെ എന്തുകൊണ്ടാണ് നമ്മൾ വിടാൻ പറ്റാത്തത് അത് മനസ്സിലാക്കി അവിടെയൊക്കെയും വർക്ക് ചെയ്യുക. ഈ കംഫർട്ട് സോൺ വിടാൻ മെയിനായിട്ട് പ്രശ്നം വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഫിയേഴ്സ് ആയിരിക്കാം, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും, കൺട്രോളിങ് നേച്ചർ ആയിരിക്കാം, ഇൻസെക്യൂരിറ്റീസ് ബേസിക്കായിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിച്ച് അതിനെയൊക്കെയും ലെറ്റ് ഗോ ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ട്രിഗേഴ്സ് വരുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഫേസ് ആണെന്നും അതിനെ നമുക്ക് മറികടക്കാനുള്ള ശേഷി നമ്മളുടെ സോളിൽ തന്നെ ഉണ്ടെന്നും അതിനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഈ ജേർണിയിൽ നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ പ്രപഞ്ചശക്തികൾ, യൂണിവേഴ്സാണ് നമുക്ക് അത്രയും പവർഫുള്ളായിട്ട് സപ്പോർട്ട് തരുന്നത്. അതോ നമ്മൾ അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമെങ്കിലും നമ്മളെ അത്രയ്ക്ക് കൈപിടിച്ച് കരകയറ്റുന്നതും യൂണിവേഴ്സ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിനോട്, ഏഞ്ചൽസിനോടൊക്കെയും അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ആ ഭഗവാനോടൊക്കെ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരുന്ന് നിങ്ങൾക്കുള്ള ആ ഒരു പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ചോദിക്കുക. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്നും തന്നെ വരും. അടുത്തതായിട്ട് കാർമിക്സുമായിട്ട് കോഡ് കട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ വന്ന മെസ്സേജിൽ ഇനിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് കോഡ് കട്ട് ചെയ്തു ചേച്ചി, നാളെ ഞാൻ വേറെ എവിടെയെങ്കിലും ഓഫീസിൽ നിന്ന് വരുന്ന വഴിയിലായിരിക്കും, എനിക്കത് ചെയ്യാനുള്ള സമയം കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ക്ഷമ കാണില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഒബ്വിയസ്ലി കൺസിസ്റ്റൻസിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. റൂട്ട് ചക്രയിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് പോകുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഇന്നർ വർക്കിൽ. അപ്പോൾ ഇനിയൊരു കാര്യം ഓർക്കുക, നമുക്ക് ആ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ ആ ലെസണിലൂടെ ഗോ ത്രൂ ആവേണ്ടത് തന്നെയാണ്. അതായത് യൂണിവേഴ്സ് അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്, ആ ഒരു കാര്യത്തിന്. സോ അതിൻ്റെ ഫ്ലോയ്ക്ക് വിടുക. ഇന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ എന്നുള്ള വേയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. കൺസിസ്റ്റൻസിയിൽ ഇനിയൊരു പ്രശ്നം നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നത് ഇന്നർ വർക്കിലാണ്. ഒരാഴ്ച 10 ദിവസം ചെയ്യും, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ജോലികളൊക്കെ വരുമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് കാണില്ല. ഇതൊക്കെയും പ്രശ്നങ്ങൾ. ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ഒരു സിലബസിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് 3 മണിക്ക് എഴുന്നേറ്റ് ഒരു ഫേസിൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യും, കുറച്ച് നാൾ 3-4 മാസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേക്കാൻ തോന്നിയില്ലെങ്കിൽ അത് ഓക്കെയാണ്, ഫോഴ്സിബിളി നമ്മൾ ചെയ്യേണ്ട. അതിന് പകരമായിട്ട് നിങ്ങൾ 6 മണിക്ക് ഒരു ചെറിയൊരു വാക്കിന് പോകും. അപ്പോൾ ഇത് രണ്ടും ടാലിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സോളിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഇന്നർ വർക്കാണ്. എന്നാൽ
പിന്നെയും ബാക്ക് നമ്മൾ ആ ഒരു 7 ചക്ര മെഡിറ്റേഷനൊക്കെയും കുറച്ച് നാൾ വിട്ടിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിയുമ്പം പിന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും. അതായത് 7 ചക്ര മെഡിറ്റേഷൻ ആയിരിക്കാം, കോഡ് കട്ടിങ്, ആൻസിസ്ട്രൽ ഹീലിംഗ്, ഇതിലേക്കൊക്കെ നമുക്ക് പിന്നെയും തിരിച്ചു വരാനുള്ള ഒരു മൂഡിലേക്ക് നമുക്ക് വരാൻ പറ്റും. അടുത്തതായിട്ട് സെൽഫ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. എല്ലായ്പ്പോഴും നമ്മൾ മറ്റുള്ളവരൊക്കെയും ഫോർഗീവ്നെസ് കൊടുക്കും, എന്നാൽ ഈ ഒരു കാര്യത്തിൽ വളരെ ഗിൽട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെയും വരുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും സെൽഫ് ഫോർഗീവ്നെസ് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള സോൾസിനും ഫോർഗീവ്നെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും ഒടുവിലായിട്ട് പറയാൻ പോകുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും, ഇതൊക്കെ വന്നാലും സ്പിരിച്വൽ പ്രാക്ടീസുകൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റത്തെ മെഡിറ്റേഷൻ ആയിരിക്കാം. 5 മിനിറ്റത്തെ മെഡിറ്റേഷൻ കൊണ്ട് ഹീലാവുമെന്നല്ല പറയുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്രയും മതി. പക്ഷേ ആ ഒരു 5 മിനിറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുക. സമയം ചെറിയ ചെറിയ കാര്യങ്ങൾ, ആകാശം നോക്കി സംസാരിക്കുക, സൂര്യഭഗവാനോട് സംസാരിക്കുക, ചന്ദ്രഭഗവാനോട് സംസാരിക്കുക, ഇതൊക്കെ നമ്മളെ ഹീൽ ചെയ്യുന്നതാണ്. മരങ്ങളെ കെട്ടിപ്പിടിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഹീലിംഗ്. നേച്ചറാണ് നമ്മളുടെ ഏറ്റവും വലിയ ഹീലർ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒരു ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ നമ്മളുടെ ഇന്നർ എനർജിയിലേക്ക് കണക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫേസിനെ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്സ്പീരിയൻസിലൂടെ പറഞ്ഞു തരാനുള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിയൊക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.